ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന കമ്പോസർ ഇപ്പോൾ ആസിഫ് അലിക്കെതിരെ മാത്രമല്ല, പണ്ട് നമ്മുടെ പൃഥ്വിരാജിനെതിരെയും ഭയങ്കരമായ ആരോപണങ്ങളൊക്കെ ആയിട്ട് പുറത്തു വരികയും അന്ന് നാട്ടുകാരുടെ കയ്യിൽ നിന്നും സംവിധായകരുടെ കയ്യിൽ നിന്നൊക്കെ ഈ ട്രോളുകളും കാര്യങ്ങളൊക്കെ എരന്ന് മേടിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രത്തോളം വ്യാപകമല്ലാതിരുന്നത് കൊണ്ട് അങ്ങനെ അധികം ആൾക്കാരും അറിയാതെ പോയി എന്നുള്ളതാണ് സത്യം. അതായത് ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയുടെ ആ സമയത്താണ് ഈ പൃഥ്വിരാജിനെതിരെയുള്ള ഇയാളുടെ പരാമർശവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം എനിക്ക് ആ വീഡിയോ ഇട്ടുതരാം. 2 വീഡിയോ ഉണ്ട്. ഒന്ന് അതിൻ്റെ സംവിധായകൻ RS വിമലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, പിന്നെ രമേശ് നാരായണൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ 2 വീഡിയോയും കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഈ മിനിഞ്ഞാന്ന് ആസിഫ് അലിയോട് ചെയ്ത കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാനും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അംഗീകാരം മേടിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ഈഗോ എന്നല്ലാതെ ഇനിയിപ്പം വേറെ ഒന്നും പറയാനില്ല. അത് നമുക്ക് ഈ പൃഥ്വിരാജിൻ്റെ വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ആദ്യം ഇങ്ങനെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ഉണ്ട്. കാരണം പൃഥ്വിരാജ് ഇടപെട്ടിട്ടാണ് എൻ്റെ പാട്ട് ആ സിനിമയിൽ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞത്, അല്ലെങ്കിൽ യേശുദാസിൻ്റെ പാട്ട് ആ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കട്ട് ചെയ്തത് പൃഥ്വിരാജ് പറഞ്ഞിട്ടാണ്, പൃഥ്വിരാജ് അറിഞ്ഞുകൊണ്ടാണ്. പൃഥ്വിരാജിന് എൻ്റെ പാട്ടിൻ്റെ നിലവാരം അളക്കാൻ മാത്രം വളർന്നു പൃഥ്വിരാജ് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ രീതിയിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം രമേശ് നാരായണൻ്റെ ആ സാധനം ഒന്ന് കാണിച്ചു തരാം. എന്ന് നിന്റെ മൊയ്തീൻ സിനിമയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം. തന്റെ 2 ഗാനങ്ങൾ പൃഥ്വിരാജ് ഇടപെട്ട് ഒഴിവാക്കിയതായി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആരോപിച്ചു. യേശുദാസ് ആലപിച്ച ഗാനവും ഇതിൽ ഉൾപ്പെടും. തന്റെ ഗാനങ്ങൾ വിലയിരുത്താൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ വളർന്നിട്ടുണ്ടോ എന്നും രമേശ് നാരായണൻ ചോദിക്കുന്നു. ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് രമേശ് നാരായണൻ പൃഥ്വിരാജിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. അവാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് വന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രമേശ് നാരായണൻ്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ്, അത് നമ്മുടെ പടത്തിൽ ചേരത്തില്ല ബിമൽ രാജ്. ഞാൻ അഭിനയിക്കണമെങ്കിൽ ഈ പാട്ടുകളൊക്കെ മാറ്റണം. യേശുദാസിന്റെ ഉൾപ്പെടെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് ഒഴിവാക്കിയത്. ഇക്കാര്യത്തിൽ യേശുദാസും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെ പാട്ട് ഈ മഴത്തൻ 2 ദിവസം എടുത്ത് പാടിയാണ് ദാസേട്ടൻ. ഈ പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ദാസേട്ടന് ഭയങ്കര വിഷമായിരുന്നത്. ഗാനങ്ങൾ ഒഴിവാക്കുന്ന കാര്യം തങ്ങളോട് സംസാരിച്ചിട്ട് പോലുമില്ലെന്ന് രമേശ് നാരായണൻ കൂട്ടിച്ചേർത്തു. ഒരു ഡിസ്കസ് ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ രമേശ് ജി? ഈ പാട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കട്ട് ചെയ്ത് കളയാണ്. ഈ പാട്ട് അക്കാഡമിക്കൽ സോങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കുറച്ച് വിഷമം തോന്നി. പിന്നെ എൻ്റെ പാട്ടുകൾ അളക്കാനൊന്നും ഇദ്ദേഹമൊക്കെ ആയോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ. സിനിമയുടെ നിർമ്മാണത്തിന് താനടക്കമുള്ളവർ നടത്തിയ പരിശ്രമങ്ങളും രമേശ് നാരായണൻ എണ്ണി പറഞ്ഞു. അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തതാണ്. സ്ക്രിപ്റ്റ് കൈമാറുന്നത് ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് എല്ലാം. ഈ പടം മുഴുവൻ ഉണ്ടായിട്ടുള്ള ഇതിൽ കൂടെ പോയിട്ടുള്ള പടമാണ്. പൃഥ്വിരാജിനെ ഞാനിവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, സാറേ ഒന്ന് ഇതിൻ്റെ അകത്ത് ഒരു വിമൽ രാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സാർ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ രമേശ് നാരായൺ ഈ കാര്യമൊക്കെ പറയുന്നത് ഏത് സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് രമേശ് നാരായണൻ എന്തോ സ്റ്റേറ്റ് അവാർഡ് എന്തോ കിട്ടിയിരുന്നു. അപ്പം ആ സമയത്ത് രമേശ് നാരായണൻ വന്ന് പറഞ്ഞ കാര്യമാണ്, എൻ്റെ പാട്ടുകളൊന്നും പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ പാട്ട് അളക്കാൻ പൃഥ്വിരാജ് ഇത്രമാത്രം വളർന്നോ, അല്ലെങ്കിൽ എൻ്റെ പാട്ട് വേറെ കുറേ ഉണ്ടായിരുന്നു, അതിനൊക്കെ ചിലപ്പോൾ അവാർഡ് കിട്ടേണ്ടതായിരുന്നിരിക്കും, അപ്പം അതൊക്കെ എടുത്ത് കളഞ്ഞത് പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പൃഥ്വിരാജിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തൊരു മനുഷ്യൻ. അപ്പം അതിൻ്റെ സംവിധായകനായിട്ടുള്ള RS വിമല് ഈ രമേശ് നാരായണെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് ഒരു അവാർഡ് കിട്ടിയപ്പോഴത്തേന് രമേശ് നാരായണന് മതിഭ്രമം പിടിച്ചോ, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചോ എന്നാണ് പച്ച മലയാളത്തിൽ, വട്ട് പിടിച്ചോ, പൃഥ്വിരാജ് എന്താണ് ഇതിനകത്ത് ചെയ്തത്, പൃഥ്വിരാജ് അതിനകത്ത് ഇടപെട്ടിട്ടില്ല, അതിനകത്ത് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഇതിപ്പോൾ ചേരുന്നതാണോ എന്ന് ചോദിച്ചിരുന്നു. കാരണം അതിൻ്റെ ട്യൂണ് ആ തരത്തിലായിരുന്നു. പിന്നീട് ഇവർ ആ ട്യൂണൊക്കെ മാറ്റി ഇറക്കിയതാണ്. പക്ഷേ ആ പാട്ട് അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പൃഥ്വിരാജ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് RS വിമല്, അതായത് ആ വീഡിയോ കാണുന്ന സംവിധായകൻ, അയാൾ തന്നെ ഇടപെട്ട് ഒഴിവാക്കി കളഞ്ഞതാണെന്നും ഈ ശാരദാംബരം എന്ന് പറയുന്ന പാട്ടിൻ്റെ ട്യൂണ് ഇയാൾ ഇടപെട്ട് ആ രീതിയിലാക്കിയതാണെന്നും രമേശ് നാരായണൻ അതിനകത്ത് വലിയ റോളൊന്നുമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുകയാണ് RS വിമല്. രമേശ് നാരായണനെതിരെ സംവിധായകൻ RS വിമൽ, സംസ്ഥാന അവാർഡ് കിട്ടിയതോടെ മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറുന്നതെന്ന് RS വിമൽ പറഞ്ഞു. പൃഥ്വിരാജിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നു നിന്റെ മൊയ്തീനിലെ തന്റെ പാട്ടുകൾ സംവിധായകൻ വിമൽ മാറ്റിയതെന്ന് രമേശ് നാരായണൻ ആരോപിച്ചിരുന്നു. അവാർഡ് കിട്ടിയതിനു ശേഷം മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറുന്നതെന്ന് RS വിമൽ പറഞ്ഞു. രമേശ് നാരായണനെ പോലെ ഒരാൾക്ക് ഇത്രയ്ക്ക് പെട്ടെന്നൊരു മതിഭ്രമം
വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ അപമര്യാദയും സംഗീതം പറയുന്നൊരു നാവ് കൊണ്ട് മഹാകള്ളം പറയുന്നതിൻ്റെ ഒരു തിരുത്വമാണിത്. പാട്ട് ഇങ്ങനെയാണ് ശാരദാംബരം. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ എന്താണ് ഒരു വിലാപം പോലൊരു പാട്ടായിരുന്നു. ഞങ്ങൾ വലിയ സൗഹൃദമൊക്കെ ഉള്ള ആൾക്കാർ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, രമേഷ് ജി, ഇത് മൊയ്തീൻ മരിക്കുമ്പോൾ നമുക്ക് പാടാനുള്ള പാട്ടല്ല. പലതവണ മാറ്റി ചെയ്തിട്ടും ശരിയാവാതിരുന്നപ്പോൾ താൻ ഇടപെട്ടു. ശാരദാംബരം എന്ന ഗാനം രൂപപ്പെട്ടത് എങ്ങനെയെന്ന് RS വിമലിന്റെ വിശദീകരണം ഇങ്ങനെ. ടക്ക് 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 ഒരു കുതിര ഇങ്ങനെ പോയിരുന്നു. അതിനൊരു കുതിരയുടെ താരരാര അങ്ങനൊരു സാധനം വേണമെന്ന് പറയുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എന്നെ കളിയാക്കുന്നത് പോലെ പെട്ടെന്ന് രമേഷ് ജി പാടുന്നത് ശാരരാരാ അങ്ങനെ അങ്ങ് പാടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ രമേഷ് ജി, ഇതാ നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് ആ പാട്ടിലേക്ക് നമ്മൾ മാറുന്നത്. അദ്ദേഹം സംഗീതം നൽകിയ സിനിമയിലെ മറ്റു ഗാനങ്ങളും കഥാപരിസരത്തിന് യോജിക്കാത്തതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. രമേശ് നാരായണന്റെ ഇനങ്ങൾ പൃഥ്വിരാജിനും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ പൃഥ്വിരാജിന് ഒരു പങ്കുമില്ല. ജീവിതത്തിൽ എന്താണ് ഒരു കോട്ടിട്ട് നടക്കുന്ന ഒരു ബഹുമാന്യനെ സ്വയം ഇങ്ങനെ അപഹാസ്യനാവാതിരിക്കുക. അപ്പോൾ ആ സമയത്തൊട്ട് തന്നെ രമേശ് നാരായണന് കുഴപ്പമുണ്ട് കേട്ടോ. അതായത് ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തൻ്റെ വർക്കിൽ അമിതമായി ഇടപെടുന്നില്ല സത്യത്തിൽ. പക്ഷേ ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാനായിട്ട് രമേശ് നാരായണന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്. അത് കാരണം താൻ വലിയൊരു കമ്പോസറാണ്, എനിക്ക് ഉപഹാരം തരാൻ ആസിഫ് അലിക്ക് ഒരർഹതയുമില്ല, ആസിഫ് അലി ആരുമല്ല, അതിനെന്നുള്ള രീതിയിലാണ് ഇന്നലെ മാറിപ്പോയത് പുള്ളി, ആ ഉപഹാരം മേടിക്കാതെ. അപ്പം പൃഥ്വിരാജിൻ്റെ കേസിൽ അതിനായിട്ടാണ് തോന്നുന്നത്. എൻ്റെ സോങ് വേണ്ടെന്ന് വെക്കാൻ പൃഥ്വിരാജ് അത്രമാത്രം വളർന്നോ, പൃഥ്വിരാജ് അത്രമാത്രം നിലവാരത്തിലേക്ക് എത്തിയോ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി പണ്ടോട്ട് അങ്ങനെയാണ്. പുള്ളി ഇനിയിപ്പോൾ മാറാനും പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അത്രത്തോളം വ്യാപകമല്ലാതിരുന്നത് കൊണ്ട് അത് അധികം ആൾക്കാരിലേക്കൊന്നും എത്തിയില്ല. വാർത്താ ചാനലുകളിൽ മാത്രം വന്നങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണത്തോടുകൂടി പുള്ളി കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. കാരണം പുള്ളീൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടേക്കുവാണ്. കാരണം പുള്ളി പണ്ട് കാലം ഇട്ട ഫോട്ടോ തൊട്ട് ഈ അടുത്തിടെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് വരെ പൊരിഞ്ഞ തെരുവിളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ പുള്ളി അതൊക്കെ ഓഫ് ചെയ്തു, എവിടെയെങ്കിലും പോയിരിക്കുന്നുണ്ടാവും. എന്തായാലും കൊള്ളാം.